ഈ പന്തളത്തെ അയ്യപ്പ സംഗമം, അതായത് ശബരിമല സംരക്ഷണ സംഗമം, ആ സംഗമത്തിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ, നമുക്കറിയാം അദ്ദേഹം IPS ഒക്കെ ഉപേക്ഷിച്ച് ജനസേവനത്തിനും രാഷ്ട്ര സേവനത്തിനും ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുമ്പ് ഇതാണ് IIM പാസ്സായ മാനേജ്മെന്റ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാഷ്ട്ര സേവനത്തിനും ജനസേവനത്തിനുമായിട്ട് ഇറങ്ങി. അദ്ദേഹം ഇന്നലെ അവിടെ അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാസ്തികനായ നാടകക്കാരൻ എന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഈ ഒരു ഗണത്തിൽ പെടുത്തിയാണ് വിശേഷിപ്പിച്ചത്. എന്താണ് അണ്ണാമലൈ ഇങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആ പ്രസംഗം നേരിട്ട് കേട്ട ഒരാളാണ്. അതെ, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സ്റ്റാലിൻ്റെ കാര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാനിധിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി DMKയോ ഇതിൻ്റെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? പെരിയാർ EV രാമസ്വാമി നായിക്കർ എന്നാണ് പേര്. പക്ഷെ പെരിയാർ എന്നാണ് അറിയപ്പെടുന്നത്. പേരിൽ രാമനുണ്ടെങ്കിലും അദ്ദേഹത്തിന് രാമനും സ്വാമിയുണ്ട്. പക്ഷെ സാക്ഷാൽ ശ്രീരാമചന്ദ്രനോട് വലിയ വിരോധമായിരുന്നു അദ്ദേഹത്തിന്. അതായത് ഈശ്വര നിഷേധ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ വെച്ച് നടത്തിയിരുന്ന, ഞാനത് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ അദ്ദേഹം ഈ ചെന്നൈയിൽ, അന്നത്തെ മദ്രാസിൽ, ആ കടപ്പുറത്ത് അവിടെ അദ്ദേഹം വന്നിരുന്ന് പ്രസംഗിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഇത് പറഞ്ഞു തന്നത് മറ്റാരുമില്ല, എൻ്റെ അച്ഛനാണ്. അച്ഛൻ അന്ന് മദ്രാസ് ലോ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പെരിയാറിൻ്റെ, അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ അങ്ങ് ചോരയ്ക്ക് പിടിച്ച് നിൽക്കുന്ന സമയമാണ്, ഇതാണല്ലോ. അപ്പോൾ പെരിയാറിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു കസേരയിട്ട് ഒരു വേദിയിലിരുന്ന് കൂടെ ഒരു പട്ടിയും കാണും, അദ്ദേഹത്തിൻ്റെ വളർത്തുനായ കൂടെ കാണും. അതിനെ ഇരുത്തിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട്, ഈ പ്രസംഗത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എന്തുമാത്രം ഈശ്വര നിഷേധത്തിനും ഇവർ പറയുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെ പാമ്പിനെ കണ്ടാലോ പാപ്പാനെ കണ്ടാലോ ഏതിനെ കൊല്ലും. അതായത് ഈ പ്രസംഗിച്ച് അങ്ങേയറ്റം ഈ ഈശ്വരവിശ്വാസം, അമ്പലം, ആരാധന, അത് ചെയ്യുന്ന പൂജാരി, ഇതിൻ്റെ അടുത്തെല്ലാം വിരോധം ഉണ്ടാക്കിയെടുത്ത ശേഷമാണ് ഈ ചോദ്യം. അപ്പോൾ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആ സദസ്സിലുള്ളവരും അവർ പറയും ഞങ്ങൾ പാപ്പാനെ കൊല്ലും. എന്നുവെച്ചാൽ പൂജാരിയാണ് കൊല്ലേണ്ടത്, പാമ്പിനേക്കാൾ ദോഷമാണ് എന്നുള്ള രീതിയിലാണ് ഈ വിഷം കുത്തിവെപ്പിനേക്കാൾ ആപത്താണ് എന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ ഇളക്കി മറിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ മിച്ചം കൊണ്ടാണ് ഇന്ന് അവിടെ DMK ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റമാണ്, അല്ലാതെ സ്റ്റാലിൻ ചെയ്ത മേന്മ കൊണ്ടൊന്നുമല്ല ഈ രാഷ്ട്രീയം. പിന്നെ അച്ഛൻ്റെ ഇന്ന് കിട്ടിയ പാരമ്പര്യം, അച്ഛൻ കൊടുത്ത സ്വത്ത് എന്നുള്ള രീതിയിൽ DMK കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇവിടെ പിണറായി വിജയൻ, ഇവിടുത്തെ മുഖ്യമന്ത്രി, ഇതിന് പറ്റിയ ഒരു ട്വിൻ ബ്രദർ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഗ്ലോബൽ അയ്യപ്പ സംഗമം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിൽ ഈ പെരിയാറിൻ്റെ അടുത്ത് അന്നൊരു ചോദ്യം ചോദിച്ചത്, ഇന്നലെ അണ്ണാമലൈ ഇവിടെ പന്തളത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, തമിഴിലായിരുന്നു പ്രസംഗം, ട്രാൻസ്ലേഷനൊന്നുമില്ല. ഇപ്പോൾ പെരിയാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു, കമ്മ്യൂണിസത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അന്ന് പെരിയാർ കൊടുത്ത മറുപടി, കമ്മ്യൂണിസം ഈസ് ഷുഗർ കോട്ടഡ് പോയ്സൺ. മധുരത്തിൽ പൊതിഞ്ഞ വിഷമാണ് കമ്മ്യൂണിസം എന്നാണ് അന്ന് പെരിയാർ പറഞ്ഞത്. അപ്പോൾ ആ കമ്മ്യൂണിസം പറയുന്ന കേരള മുഖ്യമന്ത്രി ആണ് ഈ പെരിയാറിന്റെ പരമ്പരയിൽപ്പെട്ട സ്റ്റാലിനെ ഇവിടെ അതിൻ്റെ മുഖ്യ അതിഥിയായി കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഇതാണ് ഈ രണ്ടിൻ്റെയും സ്വഭാവം. അപ്പോൾ ഈ കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അമ്പലത്തിൽ പോവില്ല, പരസ്യമായിട്ട് പോവില്ല, ഭാര്യ പോകുമായിരിക്കും, മക്കൾ പോകുമായിരിക്കും, വീട്ടിൽ രഹസ്യമായി പൂജ ഇപ്പോഴും സ്റ്റാലിൻ നടത്തുന്നുണ്ട്. സ്റ്റാലിന്റെ ഭാര്യ നമുക്കറിയാം, ഇതെല്ലാം പറഞ്ഞാലും സ്റ്റാലിന്റെ ഭാര്യ ഗുരുവായൂരിൽ വന്നതും എന്തോ ചെയ്യുന്നതും ആനയെ വെക്കുന്നതും എല്ലാം നമുക്കറിയാം. കിരീടം. അപ്പോൾ ഇതും ഒരു സൈഡിൽ കൂടെ നടക്കും.
അപ്പോൾ എന്നിട്ട് നാട്ടിലുള്ള ജനങ്ങളടുത്ത് പറയും, നിങ്ങൾ ആരും ഇതിലൊന്നും വിശ്വസിക്കരുത്, ഇതിൽ അബദ്ധം പറ്റും. കാരണം മാർക്സ് പറഞ്ഞതും അതിനുശേഷം സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന ഏകാധിപതിയായ സ്റ്റാലിൻ പറഞ്ഞതും എന്താണ്, ഈ പറയുന്ന മതം, ഒരു പക്ഷേ അത് പറഞ്ഞത് രണ്ടുപേരും ഇന്ത്യക്കാരല്ലായിരുന്നേ, അല്ല അവരൊന്നും ഭാരതത്തെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുമല്ല. അതെ, അവർ പറഞ്ഞ ഈ സെമറ്റിക് മതങ്ങളെ പറ്റി, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ഇറ്റ്സ് ഓപ്പിയം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അത് മാർക്സ് പറഞ്ഞതിനെ ഇദ്ദേഹവും ഈ പറയുന്ന ഭഗവത്ഗീത ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി കോട്ട് ചെയ്യുന്നത് പോലെ ആരെങ്കിലും ഒരാൾ എഴുതി കൊടുക്കും. ഇത് വായിച്ചിട്ട്, ഭഗവത്ഗീത വായിച്ചിട്ടായിരിക്കണമെന്നില്ലല്ലോ മുഖ്യമന്ത്രി കോട്ട് ചെയ്യണത്. അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ആരെങ്കിലും ഒരു 2-3 വരി എടുത്ത് കോട്ട് ചെയ്യും. അപ്പൊ ഈ ഭഗവത്ഗീതയും ഉപനിഷത്തും തത്വമസിയും ഒക്കെ എല്ലാം പറയുന്നുണ്ട്, എല്ലാം 2 വരിയെ പറയൂ. അപ്പൊ അതിൽ കൊടുക്കുന്നില്ല, ഉള്ളിൽ വന്നതാണെന്ന് അറിയില്ല. ഭഗവത്ഗീത വായിച്ചിരുന്നെങ്കിൽ അതിനകത്തുള്ള സത്ത് ഉൾക്കൊള്ളും. ഇത് സത്ത് ഉൾക്കൊള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നെല്ല് കിണ്ടി അതിനകത്ത് കല്ലുണ്ടോ എന്ന് പറഞ്ഞ് അതിനെ മാത്രം തിരിഞ്ഞു പോകുമ്പോഴേ നമ്മൾ ആ നെല്ലിന്റെ ക്വാളിറ്റി ഒരിക്കലും അറിയില്ല. കല്ലിനെ കുറിച്ച് മാത്രമേ കൊച്ചിലേക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ടുള്ളതാണ്. അരി അമ്മ പറയും, ഇതിൽ നിന്നൊന്ന് കല്ല് പറക്കിത്തളാന്ന് പറയും. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ അരിയൊക്കെ മാറ്റും. അത് ചമ്പാവരിയായിരുന്നോ പച്ചരിയായിരുന്നോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ കല്ല് കണ്ടെത്തി എടുത്ത് കളയും. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ നോക്കും, ഇതിൽ കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഒരു സംഗതി നമുക്കുണ്ടോ, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വായിക്കില്ല. ഈ കുഴപ്പം പറഞ്ഞത് ചിലപ്പോൾ ഒരു അസുരന് കൊടുത്ത നിർദ്ദേശമായിരിക്കും, അത് വായിക്കില്ല. ഇത് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 വരി മാത്രം എടുത്ത് പറയും. അപ്പോൾ ഈ രീതിയിലായിരുന്നു പ്രസംഗം. അപ്പോൾ 12-ാം അധ്യായം ഭഗവത്ഗീതയാണ് ഇവിടെ മുഖ്യമന്ത്രി കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആ 12-ൽ നിർത്തരുത്, മുന്നോട്ട് പോകണം. ഭഗവത്ഗീതയിൽ 13, 14, 15 എന്ന് പറഞ്ഞിങ്ങനെ 18 വരെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 16-ാം അധ്യായമുണ്ട്. ഈ 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ പോകാനുള്ള യോഗ്യത. ഇത് ആരാണ് അതിന് യോഗ്യൻ? അപ്പൊ അതിൽ പറയുന്നു വൈരാഗ്യം, ധാർഷ്ട്യം, ക്രൂരത, ഇതൊക്കെ ഉള്ള കാമക്രോധാദികൾ ഇതെല്ലാം ഇതുള്ളവൻ നഗരത്തിൽ പോകാൻ യോഗ്യനാണ്. അവൻ ഇനി എന്തെല്ലാം പ്രായശ്ചിത്തം ചെയ്താലും ശരി, അവന് ഉള്ള വിധി എന്ന് പറയുന്നത് നരകം തന്നെയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത ദേവി ഇത് പൂർണ്ണമായിട്ട് വായിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻ കൂടെ വായിച്ചു വേണം. ഇത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടന്ന വിശ്വാസികൾ നടത്തിയ പ്രതിഷേധം, ശബരിമല ആചാരം തകർക്കാൻ വേണ്ടി പെട്ടെന്ന് കച്ചകട്ടി ഇറങ്ങി ഇപ്പം ഇതോടുകൂടി ഹിന്ദു സമൂഹത്തിനെ പിടിച്ചടക്കിക്കളയാം എന്ന് പറഞ്ഞ് ഇതേ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ് ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ, വേണ്ടി വന്നാൽ ഞങ്ങൾ ശബരിമല തന്ത്രിയെ വരെ മാറ്റും എന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ ഇവരുടെ മേലിൽ എന്താണ് വളരെ അധികം ക്രൂരതകൾ ഭക്തരുടെ മുകളിൽ കാണിച്ചത്. നമ്മൾ ഈ രാത്രിയൊക്കെ ടി വിയിൽ അന്നിരുന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ നട അടയ്ക്കുന്ന സമയം വളരെ ഭക്തിയോടുകൂടി ആ നടയിലിരുന്ന് അവിടെ ഇരുന്ന് ജപിച്ചവർ അല്ലെങ്കിൽ ഭജന പാടിയവർ, അതൊരു സ്ഥിരം രീതിയാണ് ശബരിമലയിൽ. ശബരിമലയിൽ ഭജന പാടാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. അവിടെ വിരിവയ്ക്കാം. അവിടെ രാത്രി കിടന്ന് ഉറങ്ങി ഹരിവരാസനം പാടി അവിടെ കിടന്ന് ഉറങ്ങിയ ശേഷം രാവിലെ അവർ കുളിച്ച് വന്ന് തൊഴുത് രാവിലത്തെ നിർമ്മാല്യ ദർശനം കണ്ടിട്ട് പോണവരാണ്. പലരും അഭിഷേകത്തിന് കൊടുത്തിരിക്കുന്നവർ, അവർക്ക് രാവിലെ ഇത് കാണാൻ പറ്റൂ. അവിടെ ഈ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ കൈ കാശുള്ളവനും അവിടെ ചെന്ന് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താമസിക്കാം. ഇവരെ കൊണ്ട് അത് പറ്റൂല. ഈ പട്ടിണി പാവങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു തുണി വിരിച്ച് കിടക്കാനേ പറ്റൂ. അവിടെ ആരും കിടക്കാൻ പാടില്ല. വിരിവെക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് എന്താണ്, കാനനപാതയിലായാലും ഇങ്ങനെയാണ്, വിരിവെക്കലാണ്. അപ്പോൾ ഇതൊന്നും അവിടെ പാടില്ല, നിരോധിച്ചു. അപ്പോൾ ശബരിമലയുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ ഇളക്കി. നമ്മൾ തിരുപ്പതി പോകുന്നത് പോലെയോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ദർശനത്തിന് പോകും പോലെ അല്ല. ഓരോ ക്ഷേത്രങ്ങളും ഒരു സിറ്റിയുടെ നടുക്കാണ്. തിരുപ്പതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, തിരുപ്പതിയാണ് ഇപ്പോൾ ഇവർ മോഡലായിട്ട് എടുത്തിട്ട് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വരാൻ തീരുമാനിച്ചത്. തിരുപ്പതി എന്ന് പറയുന്നത് ഒരു മലയിലാണെങ്കിലും അവിടുത്തെ ഭഗവാനും പത്മനാഭസ്വാമിയും തമ്മിൽ പോലും വ്യത്യാസമുണ്ട്. തിരുപ്പതി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ പൊതിഞ്ഞ് ആ പ്രൗഢി വിളംബരം ചെയ്ത് നിൽക്കുന്ന, അവിടെ ഒരു കാനനമാണെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ടൗൺഷിപ്പ് പോലെയാണ്. പക്ഷെ പത്മനാഭസ്വാമി ഇവിടുത്തെ അധിപനാണെങ്കിലും തിരുവിതാംകൂറിന്റെ, ഇവിടെ ഉള്ള സ്വർണ്ണമൊന്നും വെളിയിൽ വാരിപ്പോരി ഇട്ടും കൊണ്ട് നടക്കുന്നില്ല.
നമ്മൾ ഈ പറയുമല്ല പുത്തൻ പണക്കാരൻ, അതെ. ഈ മറ്റേ വാഴയില പോലത്തെ ഇതെല്ലാം വാരി കയ്യിലെല്ലാം സ്വർണ്ണമെല്ലാം ഇട്ട് കൊണ്ട് നടക്കുന്നത്. ഇവിടെ എല്ലാം വെച്ച് അദ്ദേഹം ശാന്തനായി അവിടെ യോഗനിദ്രയിലാണ്. അപ്പോൾ ഇത് ഇപ്പുറത്ത് ഇതെന്ന് പറയണത് കാനന പാതയിലൂടെ നടന്നു പോകണം. ശബരിമല പോവേണ്ടത് എങ്ങനെയാണ്? പമ്പയിലല്ല പോവേണ്ടത് ബസ് പിടിച്ച്. ഇവിടെ നിന്ന് പോവേണ്ടത് നമ്മൾ ഈ ഒരു 40 കിലോമീറ്ററുള്ള കാനന പാതയുണ്ട്. അപ്പോൾ ഈ കാനന പാതയിൽ എത്തണമെങ്കിൽ എരുമേലിയിൽ എത്തണം. ഇവിടെയാണ് ക്യാച്ച് കിടക്കുന്നത്. ഈ എരുമേലിയിലാണ് ഒരു മുസ്ലിം പള്ളി കെട്ടി വെച്ചിരിക്കുന്നത് വാവർക്ക് വേണ്ടി എന്ന് പറയുന്നു. ഈ വാവർ തന്നെ ഒരു ക്വസ്റ്റ്യനബിൾ സങ്കല്പമാണ്. കാരണം വലിയ തർക്കം ഉണ്ടാകും. ഇത്രയും വലിയ ഒരാളിന് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സഹായത്തിന് ഒരു യുദ്ധത്തിൽ ജയിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ വാവര് പള്ളിയിൽ ഇടുന്ന ഈ പാവങ്ങളെ കയ്യിലുള്ള ആദ്യത്തെ സമർപ്പണമാണ് അബദ്ധം പറ്റുന്നത്. നമ്മളെ കയ്യിൽ നോട്ടുകെട്ട് കൂടിയിരിക്കുമ്പോൾ നമ്മൾ കൂടുതലിടും. അവസാനം ആകുമ്പോൾ നമ്മളതിൽ നെയ്യാ പൈസയാവും. ഇതവിടെ ഇടും. ഇതൊന്നും ദേവസ്വം ബോർഡിന് പോകണില്ല, ഹിന്ദു സമൂഹത്തിന് പോകുന്നില്ല. ഈ പാവങ്ങളുടെ സമ്പാദ്യം അവിടെ കൊണ്ട് ഇട്ടത് മുഴുവൻ അടിച്ചുകൊണ്ട് പോണത് ആ മുസ്ലിം പള്ളിയുടെ നടത്തിപ്പുകാരാണ്. അതിന് ഗവൺമെൻറ്റിന് യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ വാവര പള്ളിയും കൂടെ അങ്ങ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്ക്, എങ്കിൽ കുഴപ്പം തീർന്നല്ലോ. ഈ പാതയുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇവർ താഴെ ഇറങ്ങി അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാനന പാത തുടങ്ങിയാണ്. അപ്പോൾ ഈ 41 ദിവസം അതിൽ കൂടെയാണ് നടന്ന് ഇവർ പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി ജീവിച്ചാലും ഏത് തന്നെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏത് നഗര ഇതിലാണ് ജീവിക്കുന്നതെങ്കിലും കൊച്ചിലെ മുതലേ ഒരു കന്നി അയ്യപ്പനായി പോയി പ്രകൃതി എന്തെന്ന് മനസ്സിലാക്കി ഈ കാട് എന്ന് പറയുന്ന ഒരു സത്യം കൂടെ മനസ്സിലാക്കി അതിനകത്തൂടെ അയ്യപ്പ എന്നുള്ള ആ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി എല്ലാ ഭയവും മാറണം. കാനനത്തിനകത്തൂടെ പോയ ഫീൽ എനിക്കുണ്ട്. വണ്ടി ഓടിച്ച് പോയാൽ പോലും നമുക്ക് പേടി. കൊടും കാട്ടിനകത്തൂടെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ വണ്ടിയിൽ 4 പേരുണ്ടെങ്കിൽ പോലും ഭയന്നു പോകും. ഈ സമയത്താണ് നമ്മൾ ഭഗവാനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ കാനനപാതയിൽ കൂടെ പോണത്. ഇത് പോകുന്നതാണ് ശബരിമലയുടെ അടിസ്ഥാനം. അല്ലാതെ സുഖമായി വണ്ടിയിൽ ചെന്ന് പമ്പയിൽ ഇറങ്ങി പമ്പയിൽ നിന്ന് നേരെ പടിക്കെട്ട് ഇവർ കെട്ടിയിട്ടിരിക്കുന്നവരുടെ കയറി അങ്ങ് പോണതല്ല. ഈ ഒരു 40 കിലോമീറ്റർ പോകാനായിട്ട് ഏകദേശം 10 മണിക്കൂറോ 12 മണിക്കൂറോ എടുക്കും ആ കാട്ടിൽ കൂടെയുള്ള യാത്ര. ഇതിനിടയ്ക്ക് റെസ്റ്റ് സ്ഥലം, അവിടെ വന്ന് വിരിവെച്ച് അവിടെ വന്ന് വിശ്രമിച്ച് അത്യാവശ്യം ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ കുടിവെള്ളം. ഈ പോകുന്നവർക്ക് ഇത്രയും വർഷമായില്ലേ, ആവറേജ് 400 കോടി രൂപ ഒരു വർഷം വരുമാനമുള്ള ക്ഷേത്രമല്ലേ. ഇത് വെച്ച് ക്ഷേത്ര വരുമാനമല്ലാതെ നമ്മുടെ കേരളത്തിന് എന്തുമാത്രം വരുമാനം ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്നുണ്ട്. ഈ മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന അയ്യപ്പന്മാർ, ഹോട്ടലുകൾ, ഭക്ഷണ സാധനങ്ങൾ, നമുക്ക് കിട്ടുന്ന ടാക്സ്, പിന്നെ എന്തെല്ലാം വരുമാനം, ഒരുപാട് കാര്യങ്ങൾ. ഇവർക്ക് ഒന്ന് കക്കൂസി പോകാനുള്ള സൗകര്യം ഇവിടെ എങ്ങും കൊടുക്കില്ല. വലിയ കഷ്ടമാണ്. ഈ കാനനപാത നിലനിർത്തിക്കൊണ്ടു പോവുകയും അതിൽ കൂടെ പോകാൻ തയ്യാറുള്ളവർക്ക് സേഫായിട്ടുള്ള നമ്മുടെ ആ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് വനമേഖലയിൽ പ്ലാസ്റ്റിക്കോ മറ്റ് തീയോ അങ്ങനെയുള്ളത് വരാതെ സേഫായി നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു 41 ദിവസത്തെ ഈ പറയുന്ന ഒരു പിൽഗ്രിമേജ്, ട്രക്കിംഗ് കം പിൽഗ്രിമേജ് ആണ് മണ്ഡലകാലം. ഇതിൽ നമ്മുടെ തലമുറയെ ഇതിൽ നിർത്തണം. കാരണം ഇന്ന് തറയിൽ ചെരുപ്പിട്ട് നടക്കാത്തവൻ, മണ്ണിൽ തൊട്ടിട്ടില്ലാത്തവൻ, ഇതാണ് ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറ. ജനിച്ചത് മുതലേ കയ്യിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇത് മാത്രമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. ഇവന് ഒന്നിനെക്കുറിച്ചും നേരിട്ടറിഞ്ഞുള്ള സ്പർശിച്ചറിഞ്ഞ അറിവ് അവനില്ല. അനുഭവ സമ്പത്തില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടതും കേട്ടതുമാണ്. ഈ രീതിയിലേക്ക് മാറി. അപ്പോൾ അത് മാറണമെങ്കിൽ ഇതൊരു വലിയ സംഭവമാണ്. ഈ പറഞ്ഞ ഈ 41 ദിവസത്തെ വ്രതം, ആ കടും വ്രതമെടുത്ത് ഒരിക്കലെങ്കിലും ഈ വനപാതയിൽ കൂടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് അയ്യപ്പനെ വണങ്ങി വരുന്നത്, ഇതാണോ ഈ പറഞ്ഞ ഗ്ലോബൽ അയ്യപ്പ സംഗമം? അപ്പോൾ ഇതിന് ഏറ്റവും പറ്റിയത് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ദേവസ്വം സ്വത്ത്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ ദേവസ്വം സ്വത്തിൻ്റെ കണക്കെടുത്തപ്പോൾ 100 ഏക്കർ സ്ഥലം, ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് പമ്പയിൽ ഒരു 5 ഏക്കർ സ്ഥലം കൂടെ തരുമോ? ഇത് തമിഴ്നാടിന്, ഗവൺമെൻറ്റിന്.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാം. കാരണം അവിടെ മോട്ടിച്ചതോ മോട്ടിച്ചു, ഇനി ഇനി ഇതും കൂടെ മോട്ടിക്കാം, പമ്പയിലും കൂടെ മോട്ടിക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഇരിക്കുന്ന ദേവസ്വത്തിന്റെ ഭൂമി സംരക്ഷിക്കില്ല. എന്നിട്ട് ഒരു കള്ളനെ കൂടെ, ഒരു പോക്കറ്റ് അടിക്കുന്നവൻ വേറൊരു പോക്കറ്റ് അടിക്കാരനെ കൂടെ കൂട്ടുപിടിക്കുന്നു. നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ. ഇത് നമ്മളെ സമൂഹം മനസ്സിലാക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ ആ മെസ്സേജ് എന്ന് പറയുന്നത്, നൽകിയ സന്ദേശമാണിത്. അപ്പോൾ ഇത് അതിൽ ആണ് ഈ ഭഗവത്ഗീതയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഭഗവത്ഗീത എടുത്ത് പറയുന്നു. ഭഗവത്ഗീത കോട്ട് ചെയ്ത ആര്? ഈശ്വരവിശ്വാസി അല്ല എന്ന് പറയുന്നവൻ, അവനാണ് ഭഗവത്ഗീത എടുത്തുകൊണ്ട് ഒന്ന് കോട്ട് ചെയ്യുന്നത്. ഈ നാസ്തിക, അതെ. അപ്പോൾ നാസ്തിക ഡ്രാമാക്കാരൻ. ഇതൊരു ഡ്രാമയാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഡ്രാമ എന്ന് പറയുന്നത് നമ്മളെ ചതിക്കാൻ വേണ്ടിയാണ്. ഇത് ഇവർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യമില്ല. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, നേരത്തെ വിവാദം അതല്ലേ, ശബരിമലയിൽ എയർപോർട്ട് ഉണ്ടാക്കണം. ഒരു സൈഡിൽ അയ്യപ്പ ഭക്തന്മാർ കാട്ടിക്കൂടെ പോയാൽ കാട് സംരക്ഷിക്കാൻ പറ്റില്ല, വനഭൂമി എന്ന് പറയുന്ന ഗവൺമെന്റ് ഈ കാട്ടിൻ്റെ അകത്ത് പ്ലെയിൻ ഇറക്കിയ എങ്ങനെയായിരിക്കും? അതെ, എല്ലാം വൈരുദ്ധ്യമാണ്. അതെ. അപ്പോൾ അവിടെ മുഴുവൻ വെട്ടിത്തെളിച്ച് അവിടെ പ്ലെയിൻ വന്ന്, ഈ പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ വനാന്തരങ്ങളിൽ ഈ പറയുന്ന വന്യജീവികൾക്കും ആനയ്ക്കും ഇതിനൊന്നും ഇരിപ്പുറക്കില്ല. പിന്നെ അത് കഴിയുമ്പോൾ പറയും പ്ലെയിൻ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ പക്ഷികൾ വരുന്നു, അല്ലെങ്കിൽ നമ്മളെ റൺവേയിൽ ആന കയറി, പുലി കയറി, പിന്നെ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കും. കാരണം ഇതിനകത്ത് ഈ പണക്കാരന് വന്നിറങ്ങാനുള്ള സൗകര്യങ്ങൾ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. അവന്റെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ പിടിച്ചു പറിക്കാം. ഇത് ശബരിമലയിൽ വരേണ്ടത് ഇങ്ങനെ തന്നെ വരണം. ആ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെ. ഇത് തന്നെ ഈ പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറി പോണ വഴി തന്നെ പണ്ട് ചവിട്ടി കയറി പോകണമായിരുന്നു. അതെ, അവിടെ കല്ലും മുള്ളുവേ ഉണ്ടായിരുന്നു. അതിനെല്ലാം വെട്ടിത്തെളിച്ച് അവിടെയെല്ലാം കോൺക്രീറ്റ് ഇട്ട് അതിനെ നശിപ്പിക്കുകയാണ്. ഒരു 10-20-30 വർഷത്തിനിടയ്ക്കാണ് ഇത്രയും വലിയ, അതെ, എന്താ പറയാ, മാറ്റം ശബരിമലയിൽ. പക്ഷെ ഇതൊന്നും സ്ഥായിയായ മാറ്റമല്ല. ഇത് ചെയ്യുന്നതെല്ലാം ഒരു വർഷത്തിനകം അടുത്ത മഴയിൽ പൊളിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് തന്നെയാണ് ചെയ്യണത്. കാരണം അവിടുത്തെ ആ ഭൂമി എന്ന് പറയണത് അയ്യപ്പന് ഈ കോൺക്രീറ്റ് ബെഡൊന്നും വേണ്ട. അവിടെ വരുന്നവരെല്ലാം അയ്യപ്പന്മാരാണല്ലോ. അതെ, ഞാൻ എങ്ങനെ വന്നോ അതുമാതിരി തന്നെ ഇവിടെ വരണം എൻ്റെ ഭക്തരും എന്ന് തന്നെയാണ് അയ്യപ്പന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവർ ഈ കാണിക്കുന്നതെല്ലാം അവർ ഈ പറയുന്ന ശുദ്ധ എന്താണ് നാസ്തിക ഡ്രാമയാണ്. അതാണ് അണ്ണാമലൈ പറഞ്ഞത്, നാസ്തിക ഡ്രാമക്കാരൻ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.